കാണുമ്പോ നല്ല തേൻ കണക്കിനുണ്ട്, പക്ഷെ കുടിക്കാനാ പണി. കുടിക്കുമ്പോഴല്ല മോനെ യഥാർത്ഥ തേൻ. എവിടെടാ നമ്മുടെ ദീപു ദാമോദരൻ? അവൻ വലിയ പാട്ടുകാരനല്ലേ, ഐഡിയ സ്റ്റാർസിംഗിലെ പാട്ടുകാരൻ. സുമതി കുളിക്കയാണതിരാവിലേ. എടാ ഇതൊക്കെ ഒരുപാട് ഓടിയ പാട്ടാണ്, വെറൈറ്റി ഉണ്ടെങ്കിൽ എടുക്ക്. ഗണേശ, നമ്മൾ ഒരുമിച്ച് പോയാൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടാ. ആ അത് ശരിയാ, ഞാൻ വരുമ്പോ ഇവന്റെ അനിയൻ പുട്ടാലും എന്നെ കണ്ടിനോന്നൊരു സംശയം. ഈശ്വരാ ചതിച്ചോ. സ്കൂളിലെത്തിയ വിജയമ്മ ടീച്ചർ, വീട്ടിലെത്തിയ പുട്ടാൽ, രണ്ടിനും കൊണ്ട് ഞാൻ തോറ്റു. ഇതൊന്നും കൂടാതെ അവൻ കാട്ടിക്കൂട്ടുന്ന ഓരോ കുരുത്തക്കേട് ഇപ്പൊ എന്റെ തലയിലാ. നീ വരുമ്പോ കൺമണിയെ കണ്ടോ നീ, കവിളിന തഴുകിയോ നീ, വെള്ളിമണിക്കിലുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോ. കണ്ണാട്ട ഒരു തീപ്പെട്ടി പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞു. വരൊന്നും വേണ്ട. എടാ തീപ്പെട്ടി മാത്രമായിരുന്നു വിളിക്കുന്നു, മറ്റുള്ള സാധനങ്ങൾ പയ്യൻ്റെ പോയി വാങ്ങിച്ചു തീപ്പെട്ടി മാത്രം വിളിക്കും. നിന്റെ പഠിപ്പ് കഴിഞ്ഞ് നീന്തലും പഠിക്കാൻ ഇങ്ങോട്ടോ. ഞാൻ നിന്റെ പഠിപ്പില്ലേ, ഇന്നൊരു സാധനം നീ പഠിക്കാൻ ഇങ്ങോട്ടോ. ഇന്ന സാധനം തരില്ല, പയ്യൻ്റെ പോയി സാധനം വാങ്ങിയിട്ട് തീപ്പെട്ടി മാത്രം ഇല്ല. വെച്ചിട്ടുണ്ടോ പട്ടക്കളവാ. ചേട്ടാ ജീവനുണ്ടാ? എടാ നീ കല്ല് പോലെയുള്ള മനുഷ്യനെ നോക്കിയാണോ ജീവനുണ്ടോന്ന് ചോദിക്കുന്നത്? എടാ ഞാൻ പറഞ്ഞ നമ്മുടെ ചേട്ടന്റെ അസിസ്റ്റന്റ് ജീവന്റെ കാര്യമാ. ഭാസ്കർ ചേട്ടാ 2 ഓംപ്ലേറ്റ്. എടാ നീ ഇങ്ങനെ വെള്ളമിറക്കിയിരിക്കാണെന്നല്ലാതെ ഇന്നെങ്കിലും അവള് വരുമോടാ? ഇന്ന് വരും, അതെനിക്ക് ഉറപ്പാ. ദേ വന്നല്ലോ. ഇതേതാണ് ഈ അവതാരം? ഇയാള് പുറത്തേത് രാജ്യത്തിന് വന്നയാ, അടുക്കാൻ പറ്റില്ല, ഒടുക്കത്തെ ചാരയാ. ഇയാൾക്കിട്ടൊരു പണി കൊടുക്കാം നമുക്ക്. ചേട്ടാ ഷെഡ് ഇട്ടിട്ടുണ്ടാ? ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയാ കഴിക്ക? ഫോർക്ക്, നൈഫ് എന്തേലും? ചേട്ടാ കത്തിയും സ്പൂണും. ഇതാ കത്തി, ഇതാ സ്പൂൺ. ശരി ശരി, ഓക്കെ, താങ്ക് യു. എന്തുണ്ട് നമ്പ്യാരെ? അയ്യപ്പൻ കുയ്യപ്പൻ ആനക്കള്ളൻ അയ്യപ്പൻ കുയ്യപ്പൻ
ചേട്ടാ പറ്റില്ല. പറ്റി കൊറേ ആയി കേട്ടാവനെ. 13 13 13 6 19 19 50 മോനെ. മനു, ഇന്നലെ ഞാനൊരു മനോഹര സ്വപ്നം കണ്ടു. ഞാനും അവളും കൂടി കൈകോർത്ത് പിടിച്ച് ഈ വരമ്പിലൂടെ നടക്കുന്നതായിട്ട്. നിനക്ക് വട്ട. പ്രണയം അതൊരു വല്ലാത്ത അനുഭൂതിയാണ്. അതനുഭവിച്ച് തന്നെ അറിയണം. പ്രണയിക്കുമ്പോൾ നമുക്ക് എല്ലാറ്റിനോടും ഒരു പ്രത്യേക ഇഷ്ടം തോന്നും. ചെടികൾക്കും പൂക്കൾക്കും ഒരു പ്രത്യേക സൗന്ദര്യവും സുഗന്ധവും തോന്നും. നക്ഷത്രങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തിളക്കം തോന്നും. അസ്ഥിക്ക് പിടിച്ച ഇങ്ങനെ പലതും തോന്നും. ഒരടി കിട്ടും പല്ലില് ശരിയാവും. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഈ മനു ഇതെവിടെ പോയി കിടക്കുക? നമ്മൾ കുട്ടാല് വിട്ടാലു. ഇവനാള് പുലിയാളാ. ഇവൻ ഇന്നാളെ നമ്മളെ കണ്ണാടിന്റെ വീടിന്ന് നൂലും പേശിട്ട് ഒരു ഓട്ടോടിനി കണ്ടനി. എടാ പുട്ടാലു, നീ ഒരു കാര്യം ചെയ്. നാളെ ഇതുവഴി വിജയമ്മ ടീച്ചർ വരും. ടീച്ചർ സാരിത്തും പിടിച്ചിട്ട് ഇതുപോലെ ഓടാനാവോ നിന്നെ കൊണ്ട്? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഭാസ്കരേട്ടന്റെ വീടിന്ന് ഒരു ഉണ്ടംപൊരി മേടിച്ചു തരാം. ചെയ്യുവാ? എടാ പുട്ടാലു, നിനക്ക് ഈ വിജയമ്മ ടീച്ചറാ പാഞ്ചാലി ടീച്ചർ എന്ന് വിളിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? അത് പിന്നെ രഘുണം മാഷ്, സുഗുണം മാഷ്. എടാ അതൊന്നും അല്ല. ടീച്ചർ ഒരു പ്രത്യേക തരം സാരിയാ കൊടുക്കുന്നത്, പാഞ്ചാലിയുടെ സാരി. അതെത്ര വലിച്ചാലും തീരൂല. അപ്പൊ നീ ഏറ്റില്ലേ? ചേട്ടാ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? പൂവൻ കോഴി, പിടക്കോഴി ആണ് പെണ്ണ്. പിന്നെ പശുവിന്റെയോ? പൂവൻ കോഴി, പിടക്കോഴി, പശു, കാള. അപ്പൊ മൂരിയോ? എരുത് എരുത് മൂരിക്കാള. ദീപു, നീ എന്താടാ ഇവിടെ ഒറ്റയ്ക്ക്? ഏയ് ഒന്നുമില്ലടാ, അമ്മയെ കുറിച്ച് ഓർത്തിട്ടാ. ഏയ് എന്താടാ ഇത്? സ്വന്തമായി എഴുന്നേൽക്കാൻ പറ്റാതെ തളർന്നു കിടക്കുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ലടാ. ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ അമ്മയുടെ കണ്ണ് നനയും. ഒരുപക്ഷെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ. നീ വന്നേ, നമുക്ക് ആ ഭാസ്കരേട്ടന്റെ തട്ടുകടയിൽ പോയിട്ട് 2 പുട്ടടിച്ചിട്ട് വരാം. അപ്പൊ നിന്റെ എല്ലാ വിഷമവും മാറും. നീ വാട ദീപു. എടാ മനു, ഈ കട്ടുപിടിക്കുന്നതിന്റെ സുഖം വേറെ തന്നെയാണ്. അതല്ലടാ, ഇന്നലെയും കൂടി ചെത്തുകാരെ ഗോവലാട്ട് പീടിയിൽ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടതാ. സ്ഥിരമായി ആരോ കള്ളു മോഷ്ടിക്കുന്നു, അവർക്ക് നല്ല പണി കൊടുക്കുന്നെന്നും പറഞ്ഞിട്ടുണ്ട്. എടാ, അതിന് നമ്മളിത് ആദ്യമായിട്ടല്ലേ. നീ കേറടാ ഗണേശ, അത് മറ്റാരെങ്കിലായിരിക്കും. എടാ, അയാൾ പണി കൊടുക്കുമെന്ന് പറഞ്ഞത് ഞാൻ കാണിച്ചു തരാം. ദീപു, നീ ആ സാധനം എടുക്കടാ. സ്വയംബൻ സാധനം. അതെ അതെ, മോനെ എന്നെ കൊണ്ടിട്ടില്ലേ? സൂപ്പർ സാധനടാ. ഓ, മോനെ തലക്ക് പിടിക്കാൻ തുടങ്ങി മോനെ. ഇവന്റെ വെടി തീർന്നു. ഇവനിപ്പം നാട് വെക്കും. മോനെ, ഞാൻ ദീപു ദാമോദരൻ. ഞാൻ ഒരിക്കലും വാട് വെക്കൂല. ഇവനിപ്പം പണി തരും. മോനെ, ഞാൻ ദീപു ദാമോദരൻ. ഞാൻ ഒരിക്കലും വാള് വെക്കൂല. ഞാൻ ദീപു ദാമോദരൻ.
ഗണേശ, ദീപു, എണീക്കടാ. ഗണേശ, ഗണേശ. ആ പ്രകാശനാ, നീ ആശുപത്രി നല്ലേ വരുന്നേ? എന്തായി കാര്യങ്ങള്? വഴിയിൽ വെച്ച് തന്നെ ദീപു ഗണേശനും രക്ഷപ്പെടില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്നാലും ആ ഗോപാലൻ ഈ ചതി ചെയ്തല്ലോ. ഫ്യൂരിഡാനാ. നാട്ടുകാരവൻ്റെ കയ്യും കാലും തല്ലി ഓടിച്ചു. പക്ഷെ അവൻ പറയുന്നത് ഗതിയോടുകൊണ്ട് ചെയ്തെന്നാ. മോഷണം സ്ഥിരമായപ്പോൾ വേറെ എന്താ ചെയ്യാ? ആ മനു ഇവിടെ? ഓൻ വാതിലടച്ച് ഒറ്റ ഇരിപ്പാ, ജലപാനം കഴിച്ചിട്ടില്ല. ഈ അസ്വസ്ഥത എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കണ്ണടച്ച് കിടന്നാലും നിങ്ങളുടെ മുഖങ്ങൾ മാത്രമാണ് തെളിഞ്ഞു വരുന്നത്. നിങ്ങളുടെ ഓർമ്മകൾ മാത്രം പേറി എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. എൻ്റെ ചിറകുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. ഒരുതരം സഹിക്കാൻ പറ്റാത്ത നെഞ്ചുകുത്തി കീറുന്ന വെറുപ്പ്.